നമസ്കാരം. അവസാനം കേരള കോൺഗ്രസിനും CPIക്കും രാജ്യസഭാ സീറ്റ് നൽകി ഒരു വലിയ കലാപം അവസാനിപ്പിക്കാൻ LDF തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. VP സുനീർ CPIയിലും അതേ ജോസ് കെ മാണി കേരള കോൺഗ്രസിലും സ്ഥാനാർത്ഥികളായി വരുന്നു എന്നുള്ള കാര്യമാണ് ഇന്ന് ഏറ്റവും പുതിയ വിവരം. എന്താണ് CPM അവസാനം അടിയറവ് പറയാൻ കാരണം? അടിയറവ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ദുർബല ഗർഭിണി കൂടി ആയാൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ദുർബലം എന്ന് പറഞ്ഞാൽ ഇത്രയധികം തളർന്ന് തകർന്ന് തരിപ്പണമായി കിടക്കുന്ന CPM എന്ന പ്രസ്ഥാനം ഇപ്പോൾ CPIയോട് കൂടി തെറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവരുമായി കേരള കോൺഗ്രസുമായി തെറ്റിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പൂരം വളരെ ഗംഭീരമായിരിക്കും. CPIയിലെ ബഹുഭൂരിപക്ഷം ആളുകളും ഇപ്പോൾ പിണറായി വിജയന് സ്തുതി പാടുന്ന നേതൃത്വത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം CPIയുടെ കൗൺസിലും അതേപോലെ ആലപ്പുഴയിലെ CPI കൗൺസിലും തീരുമാനിച്ചിരിക്കുന്നത് പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾക്കൊക്കെ നിന്നുകൊടുത്തിട്ടാണ് ഇവിടെ ഇടതുപക്ഷ മുന്നണി തകർന്ന് തരിപ്പണമായി പോയത് എന്നാണ്. പിണറായി വിജയനാണ് കാരണക്കാരൻ, അല്ലാതെ പാർട്ടി പ്രവർത്തകരല്ല, പാർട്ടി നേതൃത്വമല്ല. പിണറായി വിജയൻ കാട്ടിക്കൂട്ടുന്ന വൃത്തികേടുകളെല്ലാം അംഗീകരിച്ച് ഇവിടെ അതിനെ എല്ലാം സപ്പോർട്ടും ചെയ്ത് അവസാനം പാർട്ടി ഇല്ലാതായി. ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം ആകെപ്പാടെ ബാക്കിയുള്ളത് കേരളത്തിലാണ്. ആ കേരളത്തിൽ ഒറ്റ സീറ്റ് മാത്രമാണ് ഭാഗ്യത്തിന് കിട്ടിയത്, അതും സ്ഥാനാർത്ഥിയുടെ മികവ് കൊണ്ട്. കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വർഷങ്ങളായി ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ട ആളാണ്. എന്നിട്ടും 5000 വോട്ട് മാത്രമേ ചേലക്കരയിൽ തൻ്റെ സ്വന്തം നിയോജകമണ്ഡലത്തിൽ പിടിക്കാൻ പറ്റിയുള്ളൂ. അവിടെ എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു പോരുകയായിരുന്നു. ആ രക്ഷപ്പെട്ടു പോകുന്ന ഇതല്ലാതെ കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു ശക്തി എന്ന് പറയുന്ന ഒരു സ്ഥാനവും എവിടെയും കേരളത്തിൽ കിട്ടിയില്ല. കണ്ണൂരും കാസർഗോഡും വടകരയിലും ഇടുക്കിയിലും വയനാട്ടിലും കോഴിക്കോടും വടകരയിലും എല്ലാം തന്നെ തോപ്പിയിടുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ CPIക്കും അതേപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനും അടിയറവ് പറയുകയാണ് നല്ലത് എന്നുള്ള കൃത്യമായ തിരിച്ചറിവിലാണ് പിണറായി വിജയൻ അവസാനം ശരി, ഞാൻ ഇപ്പോൾ എല്ലാത്തിനും താഴേക്ക് ഇറങ്ങാൻ തയ്യാറാണ്, അഹങ്കാരവും ധാർഷ്ട്യവും മാറ്റിവെച്ച് അവസാനം താഴേക്ക് ഇറങ്ങാനിടയായത്. CPIയിൽ പോലും വലിയ വിള്ളലാണ് ഉണ്ടായിരിക്കുന്നത്. 18 സീറ്റുള്ള CPIയിൽ ഇങ്ങനെ പോയാൽ CPI ഇല്ലാതാവും അടുത്ത ഭരണത്തോട്ടത്തിലൂടെ എന്നാണ് അവർ സ്വയം വിലയിരുത്തിയിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ്. അതിൽ 5 MLAമാരും ജോസ് കെ മാണിയെ പിടിച്ച് പുറത്താക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഒരു കഴിവ് കെട്ടവനെയും കൊണ്ട് നടന്നിട്ട് അവസാനം എല്ലാ സ്ഥലത്തും വോട്ട് പോയി, സീറ്റും പോയി എന്നുള്ള അവസ്ഥയിലാണ് ഇപ്പോൾ കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും മാവേലിക്കരയിൽ നിന്നൊക്കെ വരുന്ന കാര്യങ്ങൾ. അതായത് കോട്ടയത്ത് ഏതെങ്കിലും പാർലമെൻറ്റ് മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വിജയിച്ചൊരു MLA ഇല്ല. ആകപ്പാടെ ഉണ്ടായിരുന്നത് പാലയായിരുന്നു. അത് മാണി കാപ്പൻ കൊണ്ടുപോയി 15,000 വോട്ടിനാണ് കഴിഞ്ഞ തവണ ജോസ് കെ മാണി വിജയിച്ചത്. നമുക്കറിയാം, ജോസ് കെ മാണി ആദ്യം ലോക്സഭാ മെമ്പറായിരുന്നു. കോട്ടയത്തെ ലോക്സഭാ മെമ്പർ സ്ഥാനം രാജിവെച്ച് MLA ആവാൻ മത്സരിച്ചു. അത് തോറ്റപ്പോൾ പിന്നെയും രാജ്യസഭാ മെമ്പറായി. ഇതാണ് അദ്ദേഹത്തിൻ്റെ അവസ്ഥ. കാരണം പാർട്ടിയെ ഉപയോഗിച്ച് അധികാരത്തിൽ സ്വാധീനം ഉപയോഗിച്ച് അധികാര സ്ഥാനത്തിൽ ജീവിക്കുക എന്നുള്ള ഒരു വികൃത ജീവിയാണ് അദ്ദേഹം. മുമ്പ് KM മാണിയെ മുഖ്യമന്ത്രിയാകാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനെ തള്ളിക്കളഞ്ഞ് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ മന്ത്രിസഭയിൽ മന്ത്രിയാകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ പേരിൽ അദ്ദേഹം KM മാണിയെ തല്ലുക പോലും ചെയ്തു എന്നാണ് PC ജോർജ് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ സരിതയുമായിട്ടുള്ള വിഷയത്തിൽ ജോസ് കെ മാണി അവസാനം സെറ്റിൽമെൻറ്റ് ചെയ്ത് എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുകയായിരുന്നു എന്നും PC ജോർജ് പറയുന്നുണ്ട്. എന്തായാലും ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും 5 MLAമാർ കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു. അതിൽ 2 പേർ മാത്രമാണ് ഇപ്പോൾ അങ്ങോട്ട് ചാടണോ വേണ്ടയോ എന്ന് നിൽക്കുന്നത്. റോഷി അഗസ്റ്റിനും അതേപോലെ N ജയരാജനും കാഞ്ഞിരപ്പള്ളിയിലെ MLA ആയ UDF ചീഫ് വിപ്പ് ജയരാജനുമാണ് അങ്ങോട്ട് ചാടണോ വേണ്ടയോ എന്ന് അറിയാൻ നിൽക്കുന്നത്. കാരണം അവർക്ക് സീറ്റ് പോയി കഴിഞ്ഞാൽ മന്ത്രിസ്ഥാനം തെറിക്കും. പിന്നെ അങ്ങനത്തെ ഒരു സ്ഥാനം ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കിട്ടാൻ പോകുന്നില്ല. ക്യാബിനറ്റ് പദവിയാണ് ഡോക്ടർ ജയരാജനുള്ളത്. അപ്പോൾ ഈ വിധത്തിൽ കേരള കോൺഗ്രസ് എന്തായാലും തീർന്നു. പ്രാവശ്യത്തെ UDF തേർവാഴ്ചയാണ് കോട്ടയം ജില്ലയിൽ. ഒറ്റ സീറ്റിൽ പോലും CPMനോ അത് കേരള കോൺഗ്രസിന് ഭൂരിപക്ഷമില്ല. കേരള കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്ന ഇടുക്കിയിലും പത്തനംതിട്ടയിലും
ചങ്ങനാശ്ശേരിയിലും അടക്കം ഇതാണ് സ്ഥിതി. അപ്പോൾ ആ പാർട്ടിക്ക് എങ്ങനെയെങ്കിലും ഒരു സീറ്റ് കൊടുത്തില്ലെങ്കിൽ, ജോസ് കെ മാണിക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ ആ പാർട്ടിയേ ഇല്ലാതാകും. കാരണം 5 MLA കോൺഗ്രസിലെ ചേർന്നാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പോഴേ രക്ഷപ്പെടുക എന്നുള്ളതാണ് കേരള കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് CPIയുടെ സ്ഥിതി. നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ബിനോയ് കെ വിശ്വം വരുമ്പോൾ CK ചന്ദ്രനെ പോലെ ശക്തനായ നേതാവായി പോരാട്ടം നടത്തുമെന്നാണ്. എന്നാൽ അദ്ദേഹം ഒരു പോരാട്ടവും നടത്തുന്നില്ല. പിണറായി വിജയൻ നടത്തുന്ന സകല തട്ടിപ്പുകൾക്കും കൂട്ടുനിന്നു കൊടുക്കുന്ന ഒരു പ്രകൃതക്കാരനായി മാറിയിരിക്കുന്നു ബിനോയ് വിശ്വം. അത് പാർട്ടി അണികളിൽ, CPI അണികളിൽ വലിയ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ CPIയുടെ ഒരൊറ്റ സീറ്റിലും ഭൂരിപക്ഷമില്ല എന്നുള്ളതാണ് സത്യം. CPIയുടെ 18 നിയമസഭാ സീറ്റിലും CPIക്ക് ഭൂരിപക്ഷമില്ല. CPIയുടെ സകല സീറ്റിലും ഭൂരിപക്ഷം നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഈ അവസ്ഥയിൽ CPI എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ അതിന് ഒരു തൻ്റെ ഇടത്തോടു കൂടി ഒരു സീറ്റ് പിടിച്ചു വാങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നു ലക്ഷ്യം. അങ്ങനെയാണ് രാജ്യസഭാ സീറ്റ് CPIക്ക് കൊടുക്കേണ്ടി വന്നത്. പിണറായി വിജയൻ്റെ സ്ഥിതിയോ സകലതും തകർന്നു. ഇനി തകരാൻ ബാക്കിയൊന്നുമില്ല. ഒരു സ്ഥലത്ത് പോലും നിൽക്കാൻ പറ്റുന്ന രൂപത്തിലല്ല. ധർമ്മടത്താകെ 2000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. തലശ്ശേരിയിലാകെ 6000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. അതേപോലെ മട്ടന്നൂർ ചുരുങ്ങിയ ഭൂരിപക്ഷമാണുള്ളത്. കല്യാശ്ശേരിയിൽ 1000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണുള്ളത്. അതേപോലെ പയ്യന്നൂരിൽ മാത്രമാണ് കുറച്ച് പിടിച്ചു നിന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും CPM തകർന്ന് തരിപ്പണമായി പോയി. 11-19 സീറ്റുകളിൽ മാത്രമാണ് കേരളത്തിൽ LDFന് ആപ്പാടൊരു മാറ്റം ഉണ്ടായിട്ടുള്ളത്. പിടിച്ചു നിൽക്കാൻ പറ്റിയെന്ന് പറയാൻ വളരെ കുറച്ച് വോട്ടിന്. ചേലക്കരയിലാണ് അങ്ങനൊരു സ്ഥലം. ചേലക്കര രാധാകൃഷ്ണൻ ഇതുകൊണ്ടാണ് കിട്ടിയത്. അല്ലെങ്കിൽ അവിടെ, അതായത് ആലത്തൂർ പാർലമെന്റ് മണ്ഡലം കൊണ്ടുപോകുമായിരുന്നു. അപ്പം ഇതൊക്കെയാണ് അവസ്ഥ. മൊത്തം തകർന്ന് തരിപ്പണമായ 33% ചുരുങ്ങിയ LDFൻ്റെ സ്ഥിതി അതിദയനീയമാണ്. അടുത്തൊരു ഇലക്ഷൻ നടക്കുമ്പോഴേക്കും കേരളത്തിൽ CPM എന്നുള്ള പ്രസ്ഥാനം ഇല്ലാതാകും. അവിടെ BJP മെല്ലെ കരകയറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രത്യേകത. അതിന് ശക്തരായ നേതാക്കന്മാർ BJPക്ക് ഉണ്ട് താനിപ്പോൾ. നേതൃത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ജനകീയരായ നേതാക്കന്മാർ ഒന്നും തന്നെ CPMലോ CPIയിലോ ഇല്ല. അപ്പോൾ ആകപ്പാടെ ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു മുന്നണിയും തകർന്നു തരിപ്പണമായി കിടക്കുന്ന സംവിധാനവും, ഇനി ഭരണമാണെങ്കിൽ എല്ലാം കൊണ്ട് തകർന്നു തരിപ്പണമായിരിക്കുന്നു. ഈ അവസ്ഥയിൽ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അടിയറവ് വെച്ചിരിക്കുന്നത്. CPIക്കും CPIക്കും അതേപോലെ കേരള കോൺഗ്രസിനും അടിയറവ് വെച്ചിരിക്കുകയാണ് പിണറായി വിജയൻ. ഇല്ല എങ്കിൽ അധികം താമസിയാതെ ഈ മുന്നണി അടിച്ചു പിരിയും എന്ന് പിണറായി വിജയൻ അറിയാം. കാരണം തകർന്ന് തരിപ്പണമായി കിടക്കുന്നിടത്ത് എന്തെങ്കിലും ഒരു പൊട്ടിത്തെറി ഉണ്ടായിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. ഇപ്പോൾ തന്നെ തീർന്നു. ഇനി ഒന്ന് അടിച്ചു പിരിഞ്ഞാലോ? ആ സ്ഥിതിയിലാണ് ശരി ജോസ് കെ മാണിക്ക് തൽക്കാലം പിടിച്ചു നിൽക്കാൻ സീറ്റ് കൊടുക്കട്ടെ എന്ന് തീരുമാനിച്ചിരിക്കുന്നത്. LJDയും അത് NCPയും ശക്തമായി പോരാട്ടം നടത്തുകയാണ് അവരെ സീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. LJDക്കാകട്ടെ ഒരു സീറ്റ് പോലും, ഒരു മന്ത്രിസ്ഥാനം പോലും കൊടുത്തിട്ടില്ല. പകരം അവരെ വട്ടം കറക്കുകയാണ് പിണറായി വിജയൻ. കാരണം ഒരു വിലയും കൊടുക്കാത്തൊരു പാർട്ടിയെ LJD മാറിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. NCPക്ക് കൃത്യമായി സീറ്റ് കൊടുത്ത് ശശീന്ദ്രൻ മന്ത്രിയായി തുടരുന്നത് പിണറായി വിജയൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. നേരത്തെ എന്നോ പിടിച്ചു മാറ്റേണ്ട മന്ത്രിയാണ് ഇദ്ദേഹം. എന്തായാലും അവിയൽ രൂപത്തിലായി തീർന്നിരിക്കുന്ന ഒരു സംവിധാനമാണ് LDF എന്ന് ഇപ്പോൾ തെളിയിച്ചിരിക്കുകയാണ്. ഇത് എത്ര കാലം കൂടി ഉണ്ടാകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. മാക്സിമം പോയാൽ അടുത്ത ഇലക്ഷൻ വരെ ഈ LDF സംവിധാനം ഉണ്ടാവും. പിന്നെ കേരളത്തിൽ LDF ബംഗാളിലും ത്രിപുരയും പോലെ പൂർണ്ണമായി തകർന്നിരിക്കും, ഉറപ്പാണ്. നന്ദി, നമസ്കാരം.